ഫസീല വധക്കേസിൽ പ്രതി അബ്ദുൾ സനൂഫിനെ കോഴിക്കോട് എത്തിച്ചു. നടക്കാവ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയുടെ മൊഴിയെടുക്കും. ചെന്നൈയിൽ നിന്ന് ഇന്നലെയാണ് സനൂഫിനെ കസ്റ്റഡിയിൽ എടുത്തത്. മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ ചൊവ്വാഴ്ചയാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് നിന്ന് ഷംസീർ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷംസീർ, എപ്പോഴാണ് അബ്ദുൾ സനൂഫിനെ കോഴിക്കോടേക്ക് എത്തിച്ചത്? ഇനിയിപ്പോൾ മൊഴിയെടുപ്പും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ എപ്പോഴായിരിക്കും നടക്കുക? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് അഹമ്മദ് സനൂഫിനെ കോഴിക്കോട് എത്തിച്ചത്. ചെന്നൈയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ചെന്നൈയിലെ ലോഡ്ജിൽ, ആവടിയിലെ ലോഡ്ജിൽ വേഷം മാറി അവിടെ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിനിടയിലാണ് കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തുകയും സനൂഫിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. സനൂഫ് വ്യക്തിവൈരാഗ്യം തീർന്നതാണ്, നേരത്തെ ഉണ്ടായിരുന്ന വൈരാഗ്യം തീർന്നതാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. മരിച്ച ഫസീലയുമായി നേരത്തെ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. നേരത്തെ ഒരു പീഡന പരാതി ഫസീല ഇയാൾക്കെതിരെ നൽകുകയും ചെയ്തിരുന്നു. ഈ കേസിൽ 84 ദിവസം സനൂഫ് ജയിലിലുമായിരുന്നു. ഇതിന് പിന്നാലെ പുറത്തിറങ്ങിയ സനൂഫ് ഫസീലയെ വിളിച്ചു വരുത്തുകയും ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയുമായിരുന്നു. ഇതിനു വേണ്ടിയാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലേക്ക് സനൂഫും ഫസീലയും എത്തുന്നത്. എന്നാൽ ഈ ഫസീല കേസ് ഒത്തുതീർപ്പാക്കാൻ വഴങ്ങാത്തതിനെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് സനൂഫ് ചെന്നൈയിലേക്ക് കടന്നത്. ശരി ഷംസീർ.